വേദന മനസ്സിലാകുന്നവരരികിലേ നമ്മുടെ ഹൃദയം നമുക്ക് തുറക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും എന്തു പറഞ്ഞിട്ടും അവർക്കത് മനസ്സിലാകില്ല എന്നുള്ളതാണ്. ഒരാളുടെ അടുത്തൊരു കാര്യം നമ്മൾ പങ്കുവയ്ക്കുമ്പോൾ അതേ അർത്ഥത്തില്, അതേ നൊമ്പരത്തില്, അതേ വികാരത്തില് മനസ്സിലാക്കുന്നുണ്ടോ എന്ന് മനസ്സിലാകുമ്പോഴാണ് നമുക്ക് അവരുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ പങ്കുവയ്ക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അതൊരു കൗതുകമായി മാറും, അല്ലെങ്കിൽ അവനൊരു കഥയായിട്ട് മാറും, അല്ലെങ്കിൽ അവനൊരു ചിരിയായിട്ട് മാറും. അങ്ങനെ മുറിവേറ്റവന്റെ വേദന മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്ന് പലപ്പോഴും പറയാറുണ്ട്. മുറിവേറ്റവന്റെ വേദന മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എൻ്റെ ഭർത്താവ് എൻ്റെ അടുത്ത് വന്ന് പറയുമ്പോൾ, ഭാര്യ എൻ്റെ അടുത്ത് വന്ന് പറയുമ്പോൾ, മക്കൾ എൻ്റെ അടുത്ത് വന്ന് പറയുമ്പോൾ അവരുടെ വേദന അതേ അർത്ഥത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ആത്മശോധന ചെയ്യാൻ. എൻ്റെ കൂട്ടുകാരായിരിക്കാം. 3 ഭാവങ്ങൾ ആ വേദന പങ്കുവയ്ക്കുമ്പോൾ നമ്മുടെ കൂടെ ഉണ്ടാകണം എന്നുള്ളതാണ്. ഒന്ന്, ഒരു എമ്പതി, അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ആ പറയുന്ന വ്യക്തിയുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കാൻ നമുക്ക് പറ്റണം. വിധിക്കാനല്ല നീ ആ സമയത്ത് അവിടെ ആയിരിക്കേണ്ടത്. ആ പറയുന്ന വ്യക്തി എന്താണോ പറയുന്നത് കേൾക്കുക, അവനെ ഒന്ന് ആശ്വസിപ്പിക്കുക, അവനൊരു കൈത്താങ്ങായി മാറുക. വിധികർത്താവാകാനല്ല, കുറ്റപ്പെടുത്താനല്ല. മാതാപിതാക്കൾ അതാകുന്നത്. മക്കൾ എന്തെങ്കിലും വന്ന് പറയുമ്പോഴേക്കും വിധികർത്താക്കളായിട്ട് മാറുന്നു. അല്ലെങ്കിൽ ഭർത്താവ് എന്തെങ്കിലും കാര്യം പറയുമ്പോഴേക്കും അങ്ങ് വെറുതെ ചെലവഴിച്ചിട്ടല്ലേ എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നു. ഭാര്യ എന്തെങ്കിലും വന്ന് പറയുമ്പോഴേക്കും ഭർത്താവ് അതിന് കളിതമാശയാക്കി മാറ്റുന്നു. വിധികർത്താക്കളാകുമ്പോൾ പിന്നെ പറയാൻ തോന്നില്ല. പറയാൻ പറ്റുന്ന സ്ഥലങ്ങളിലേക്ക് നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്യുന്നു. എത്രയോ വേദനകൾ നമ്മുടെ കൂടെയുള്ളവരോട് പറയണമെന്ന് ആഗ്രഹിച്ചിട്ടും അവർ കേൾക്കാതിരിക്കുമ്പോൾ നമ്മളുണ്ടാകുന്ന നൊമ്പരുണ്ട്. അപ്പോഴാണ് ആശ്വാസത്തിൻ്റെ തണലിൽ ആരോ കടന്നു വരിക. അങ്ങനെ വഴിതെറ്റിപ്പോയി എത്രയോ കുടുംബ ബന്ധങ്ങൾ, എത്രയോ യുവജനങ്ങൾ, എത്രയോ മക്കൾ. നമ്മൾ ചിന്തിച്ചു നോക്കി, അതൊന്ന് കേട്ടിരുന്നുവെങ്കിൽ, എന്നൊന്ന് ആശ്വസിപ്പിച്ചിരുന്നുവെങ്കിൽ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ ഞാൻ സന്തോഷമായിട്ട് ജീവിച്ചില്ലേനെ, സമാധാനം നഷ്ടപ്പെടുമായിരുന്നില്ല. പലപ്പോഴും ഇതൊക്കെ തന്നെയാണ് ഒരു എൺപതി എന്ന് പറയുന്നൊരു ഭാവം. അവൻ്റെ സ്ഥാനത്തുനിന്ന് ചിന്തിക്കാൻ എനിക്ക് പറ്റുന്നില്ല എന്നുള്ളതാണ്.